ലോക്സഭയിൽ രാഹുലിൻ്റെ പ്രസംഗമൊക്കെ നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രിയെ കടന്നാക്രമിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്നത്തെ ഒരു നടപടികളൊക്കെ തന്നെ. അദ്ദേഹത്തിനെതിരെ നടപടിക്ക് നീക്കമുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. രാഹുലിൻ്റെ ലോക്സഭയിലെ പ്രസംഗത്തിന് ശേഷം കിരൺ റിജിജു സ്പീക്കർ ഓം ബിർളയെ കണ്ടു. രാഹുലിനെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടെന്നാണ് സൂചന. വിവാദ പരാമർശങ്ങളിൽ രാഹുലിനോട് സ്പീക്കർ തെളിവുകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, രാഹുലിനെതിരെ ഇതുപോലെ പരാമർശങ്ങൾക്കൊക്കെ നടപടി അതൊരു പുതിയ കാര്യമല്ല. പക്ഷേ ഇന്നിപ്പോഴുണ്ടായത് ഈ വിവാദ പരാമർശങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് തെളിവ് നിരത്തണം, ആ രീതിയിലാണ് ഇനി പോകുന്നതെന്ന് തോന്നുന്നു അല്ലേ? സ്മിത, രാഹുൽ ഗാന്ധി ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ പരാമർശത്തിലാണ് അദ്ദേഹത്തിനെതിരെ നടപടിക്ക് സർക്കാർ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ പ്രധാനമായും രാഹുൽ ഗാന്ധി മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ, അതിൽ ചൈനയുടെ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റം, ഒപ്പം തന്നെ US-ലേക്ക് ഇന്ത്യ മന്ത്രിയെ അയച്ച് പ്രധാനമന്ത്രിയെ ക്ഷണിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാമർശം, ഇക്കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ പോലും ബാധിക്കുന്ന പരാമർശമാണ്. തെളിവുകളില്ലാതെയാണ് രാഹുൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് ഉന്നയിക്കുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, പ്രസ്താവനകൾ നടത്തുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്ന് രാഹുൽ പ്രസംഗിച്ച ഘട്ടത്തിൽ തന്നെ ഇടപെട്ട് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി തുടർന്ന് ഇക്കാര്യത്തിൽ അത്തരത്തിൽ വ്യസനം തോന്നിയെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ പ്രസംഗം തുടരുകയായിരുന്നു. എന്നാൽ രാഹുൽ ഉന്നയിച്ച പല ആരോപണങ്ങളും അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന നുഴഞ്ഞു കയറിയിട്ടില്ല എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ അതിനെ തള്ളിക്കൊണ്ട് സൈന്യം തന്നെ രംഗത്തെത്തി എന്നതടക്കമുള്ള പരാമർശങ്ങൾ തന്റെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസംഗത്തിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്ന് വ്യക്തമാക്കണം. അതിന്റെ തെളിവുകൾ സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടണമെന്നാണ് സ്പീക്കറോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ തെളിവുകളില്ല എങ്കിൽ രാഹുലിനെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. അതിനായുള്ള തുടർ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. സ്മിത. ബൽറാം നെടുങ്ങാടിയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്.